ഫെയ്ത്ത്, വിശ്വാസം, പാർട്ട് 3. വിശ്വാസത്തിൻ്റെ ഉറവിടം ക്രിസ്തുവാണെന്ന് ഞാൻ പറഞ്ഞു. വിശ്വാസത്തിൻ്റെ നായകൻ യേശുവാണെന്ന് പറഞ്ഞു. കാണുന്നത് താൽക്കാലികമാണ്, കാണാത്തത് നിശ്ചയമാണെന്നും പറഞ്ഞു. അപ്പോൾ കാണാത്ത കാര്യങ്ങളിൽ നിന്ന് കാണുന്ന തലത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശക്തി ഫെയ്ത്തിൽ കൂടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഫെയ്ത്തും ബിലീഫും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ബിലീഫ് ഞാൻ പറഞ്ഞല്ലോ, ഇൻ്റലക്ച്വൽ നോളജിൽ കൂടെ നമുക്ക് കിട്ടുന്ന സത്യങ്ങളിൽ അറിയുന്നത് ഒരു ബിലീഫാണ്. ഐ ബിലീവ് ഇൻ ഗോഡ് ബിക്കോസ് പലരും പറഞ്ഞു വേദപുസ്തകം വായിച്ച് നമുക്കറിയാം ദൈവമുണ്ടെന്ന്. പക്ഷേ എനിക്ക് രോഗസൗഖ്യം കിട്ടണമെങ്കിൽ എനിക്ക് ഫെയ്ത്ത് വരണം. എനിക്ക് രോഗമാണ്, പക്ഷെ എനിക്ക് സൗഖ്യം കിട്ടണമെങ്കിൽ എനിക്ക് പണമില്ല, പണം എനിക്ക് കൊണ്ടുതരണം, എൻ്റെ കൈ വരണമെങ്കിൽ എനിക്ക് ഫെയ്ത്ത് വേണം. അപ്പോൾ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഫ്യൂച്ചറിലിരിക്കുന്നത് എൻ്റെ കയ്യിലേക്ക് കിട്ടുന്നതായിട്ട് കണ്ടുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ടാണ് അബ്രഹാം വിശ്വസിച്ചു, അതവന് നീതിയായിട്ട് കണക്കിട്ടു. അപ്പോൾ അബ്രഹാം വിശ്വസിച്ച് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു. ആശയ്ക്ക് വിപരീതമായി ആശയോടെ വിളിക്കുകയാണ്. ആശയ്ക്ക് ഒരു കാര്യമില്ല, ഇവിടെ നടക്കത്തില്ല. പക്ഷെ ആശയ്ക്ക് വിപരീതമായി ആശയോടെ വിളിച്ചു വരുത്തിയവൻ അബ്രഹാം ആയതിനാൽ അതുകൊണ്ടാണ് അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവേ എന്ന് വിളിക്കുന്നത്. നിർജീവനായ അബ്രഹാം 100-ാം വയസ്സിൽ മക്കളുണ്ടാകത്തില്ല എന്ന് ജഡീകതലത്തിൽ തീർച്ചയായ കാര്യത്തിൽ അബ്രഹാം വിശ്വസിച്ചുകൊണ്ട്, ഇല്ല എനിക്ക് ദൈവം വാഗ്ദത്തം ചെയ്ത്, അവൻ വാഗ്ദത്തമാണ്, ദൈവം ചെയ്ത വാഗ്ദത്തം അവൻ വിശ്വസ്തനാകിയാൽ അവൻ പറഞ്ഞത് നടക്കുമെന്ന് വിശ്വസിക്കുന്നത് ഫെയ്ത്തായി മാറിയപ്പോൾ അത് സംഭവിച്ചു. അപ്പം ഫെയ്ത്ത് ഫ്യൂച്ചറിലുള്ളത് കാണുന്നു, ബിലീവ് ദൈവം ചെയ്ത് കഴിഞ്ഞതിൽ വിശ്വസിക്കുകയാണ്. അത് ഇൻ്റലക്ച്വൽ ലെവലാണ്. ഫെയ്ത്തിന് ഇൻ്റലക്ച്വൽ അല്ല, ഫെയ്ത്തിൽ വിശ്വാസത്തിൽ നമ്മൾ വിളിച്ചു വരുത്തുകയാണ്. അത് പരിശുദ്ധാത്മാവ് വിട്ടു തരണം. നമ്മൾ എ ബിലീവർ ഇൻ ക്രൈസ്റ്റ് ഹാസ് ടു ബി ഫിൽഡ് വിത്ത് ഹിസ് വേർഡ്. ദേ ആർ ഓൾ ദ ബ്രത്ത് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ ശ്വാസമാണ്. 2 തിമോത്തി 3:14 അത് പഠിച്ചിട്ടുണ്ട് നമ്മൾ. ദൈവത്തിൻ്റെ വചനം ദൈവശ്വാസിയാണ്. ദ വേർഡ് കംസ് ടു us ത്രൂ ദ സെയിം സ്പിരിറ്റ് ആൻഡ് ദ പവർഫുൾ ഷാർപ്പ് ലിവിങ് ആൻഡ് ഡബിൾ എഡ്ജ് സോർഡ്. ദൈവവചനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ് തരുന്നത്. അത് ശക്തിയുള്ളതാണ്, അതിന് ജീവനുണ്ട്, അത് ഇരുപാത്തിലുള്ള മൂർച്ചയുള്ള വാളാണ്, അത് പ്രവർത്തിക്കുന്നതാണ്. അപ്പം വിത്ത് ദ ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് ഷുഡ് കം ദ ഫ്രൂട്ട് ഓഫ് ദി സ്പിരിറ്റ്. അപ്പോൾ ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത്, ഫെയ്ത്ത് 3 തരത്തിലുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നിപ്പോൾ എടുക്കാൻ പോകുന്നത്. ഫെയ്ത്ത് 3 തരത്തിലുണ്ടെങ്കിലും ഈ ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത് ദൈവം ഇട്ടുതരുന്ന ഫെയ്ത്താണ്. ആ ഫെയ്ത്തിന് അതിൻ്റെ കൂടെ തന്നെ സ്പിരിറ്റ്, ഈ ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ് വർക്ക് ചെയ്യണം. സ്നേഹം, സന്തോഷം, സമാധാനം. അതായത് ഫെയ്ത്തുണ്ട്, സ്നേഹം ഇല്ലെങ്കിൽ എന്നാ ഗുണമാണ്? ഫെയ്ത്തുണ്ട്, വിശ്വാസമുണ്ട്, സമാധാനം ഇല്ലെങ്കിൽ എന്നാ ഗുണം? അപ്പോൾ ഫെയ്ത്ത്, ദൈവം തരുന്ന വരങ്ങളും ദൈവം തരുന്ന ഫലങ്ങളും ഒരുപോലെ വർക്ക് ചെയ്യണം. ഫെയ്ത്ത്, വിശ്വാസം എവിടെയുണ്ടോ അവിടെ സ്നേഹം ഉണ്ടാകണം. വിശ്വാസം എവിടെ ദൈവം ഇടുന്നോ അവിടെ ഐക്യത ഉണ്ടാകണം. അപ്പം ദൈവം പറയുന്നത് വിത്ത് വിസ്ഡം വി ഷുഡ് ഹാവ് ലവ്, വിത്ത് ദ ഗിഫ്റ്റ് ഓഫ് നോളജ് ദർ ഷുഡ് ബി ജോയ്, വിത്ത് ദ ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് ദർ ഷുഡ് ബി പീസ്. അപ്പോൾ ലവ്, ജോയ്, പീസ്, ഇങ്ങനെ ഫലങ്ങൾ ഇതിൻ്റെ കൂടെ ക്രമമായിട്ട് വന്നെങ്കിൽ മാത്രമേ ദൈവപ്രവർത്തനം നടക്കത്തുള്ളൂ. ഇത് എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ എളുപ്പമല്ല. എന്നാൽ പരിശുദ്ധാത്മ വരുമ്പോൾ ഇതെല്ലാം അലൈൻ ചെയ്ത് വരും. അതുകൊണ്ടാണ് കഴിവിൽ ഇതൊന്നും നടക്കത്തില്ല. നമ്മൾ അടിത്തറ പറയും, എനിക്കിനി ഒക്കത്തില്ല കർത്താവേ, എന്നെക്കൊണ്ട് അറിയത്തില്ല കർത്താവേ, എനിക്ക് എൻ്റെ പരിമിതി എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ വേറൊരു ഫെയ്ത്ത് വരാൻ പോവുകയാണ്. 3 തരത്തിലുള്ള ഫെയ്ത്ത് ഉണ്ട്. ഒന്ന്, ദൈവം തരുന്ന സേവിങ് ഫെയ്ത്ത്. സേവിങ് ഫെയ്ത്ത് എന്ന് പറയുന്നത് രക്ഷയ്ക്കുള്ള ഫെയ്ത്താണ്. ദൈവവചനം ഇത് ഗിഫ്റ്റാണ്, ഒരു ഗിഫ്റ്റാണ്. ദൈവം നമുക്ക് രക്ഷിക്കപ്പെടാൻ പരിശുദ്ധാത്മാവിൽ ശക്തി ഇട്ടുതരും. അതിന് സേവിങ് ഫെയ്ത്ത് എന്ന് പറയും. രക്ഷിക്കപ്പെടാനുള്ള ഒരു വിശ്വാസം ഇട്ടുതരും. അത് രണ്ടാമത്തെ ദ ഫെയ്ത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിൻ്റെ വിശ്വാസം നമ്മളിലേക്ക് ഇട്ടുതരും. അത് സാധാരണയുള്ള ഫെയ്ത്ത് അല്ല കേട്ടോ. അത് യേശുക്രിസ്തുവും, അതായത് ക്രിസ്തു പിതാവിൽ എന്തുമാത്രം വിശ്വസിച്ചോ, കാണണേ, യേശുക്രിസ്തു പിതാവാം ദൈവത്തിൽ എത്രമാത്രം വിശ്വസിച്ചോ ആ വിശ്വാസം എനിക്ക് ഇട്ട് തരികയാണ്. അത് നമുക്ക്, അത് ഡയമണ്ട് പോലെ, ഈ ഡൈനമോ എന്ന് പറയുന്ന പോലെ ഇത് ശക്തമേറിയ ഫെയ്ത്താണ്. അത് നമുക്ക് ഉണ്ടാകുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവം തരുന്നുണ്ട്, അറിയുന്നില്ലെന്നേ ഉള്ളൂ. 3-ാമത്തെ ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത്.
ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് എന്ന് പറഞ്ഞ വിശ്വാസം, വീര്യപ്രവർത്തികൾ ചെയ്യാനും ദൈവം പറയുന്നത് ചെയ്യാനും ഒക്കെയുള്ള വിശ്വാസം സ്വർഗത്തിലെ അപ്പച്ചൻ ഇട്ട് തരുന്ന. അപ്പോസ്തലപ്രവൃത്തി 26:17 പറയുന്നത്, ജീസസ് ഹസ് കമ്മീഷൻ പോൾ ടു ഗോ ടു ദ ജെൻറ്റൈൽസ് ടു ഓപ്പൺ ദെയർ ഐസ് ടു ടേൺ ദം ഫ്രം ഡാർക്ക്നെസ് ടു ലൈറ്റ് and from the power of Satan to God, and that they may receive forgiveness of sins and inheritance among them, which are sanctified by faith that is in me. വളരെ പവർഫുള്ളാണ്. അപ്പോസ്തലപ്രവൃത്തി 26:17 വാക്യം, 26:17 ഇങ്ങനെയാണ് വായിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്. അല്പം ശ്രദ്ധയോടെ ശ്രദ്ധിച്ചാൽ വളരെ നല്ലതാണ്. 26:17 ഇങ്ങനെയാണ് പറയുന്നത്, ജനത്തിൻ്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശം ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറപ്പാനും അവരെ എന്തിനാണ്? ഒന്ന്, കണ്ണ് തുറപ്പാനും അവരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും, ഇരുട്ടത്തിൽ നിന്ന് വെളിച്ചത്തിൽ കൊണ്ടുവരണം, സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിപ്പാനും ഞാനിപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ 3 കാര്യങ്ങൾ. ഒന്ന്, നിൻ്റെ കണ്ണ് തുറക്കണം. 2, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലോട്ട് വരണം. പിന്നെന്തുവാ? വെളിച്ചത്തിലേക്കും സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് അത് ദൈവത്തിങ്കിലേക്ക് തിരിപ്പാനും ഞാൻ ഇപ്പോൾ. അപ്പം നമുക്ക് ഈ അധികാരമെല്ലാം തരികയാണ്. എന്തൊക്കെ അധികാരം പറയുന്നത്? എൻ്റെ കണ്ണ് തുറക്കാൻ പ്രാർത്ഥിക്കാൻ. നമുക്ക് ദൈവമേ, ദുഷ്ടന് നമ്മുടെ മക്കളുടെ കണ്ണടഞ്ഞിരിക്കുന്നെങ്കിൽ നിൻ്റെ വചനം അയക്കുമ്പോൾ അവരുടെ കണ്ണ് തുറക്കട്ടെ. 1. 2, നമ്മൾ കണ്ണ് തുറക്കാൻ പ്രാർത്ഥിക്കും. അവർ ഇരുട്ടിലാണ് നടക്കുന്നത്, മുടിയനായ പുത്രനെ പോലെ ഇരുട്ടിലാണ് നടക്കുന്നതെങ്കിൽ ഒരു വെളിച്ചത്തിലേക്ക് ഇപ്പോൾ വെളിച്ചമയക്കുന്ന വെളിച്ചം കടന്നു വരട്ടെ. വിശ്വാസമാണ്. 2. 3, അവൻ സാത്താൻ്റെ ആധിപത്യത്തിലായിരിക്കുന്നെങ്കിൽ അവൻ്റെ ഉള്ളിനകത്ത് സാത്താൻ്റെ കൈക്കകത്തിരിക്കുന്ന അവൻ്റെ തല വെട്ടി മാറ്റി വെച്ച് മക്കളെ തിരിച്ചു കൊണ്ടുവരണമേ. അടുത്ത വചനം പറയുന്നില്ല, ഇവൻ ആകാശത്തിൽ നക്ഷത്രത്തിൻ്റെ കീഴ് മേളിക്ക് പോയി വീട് വെച്ചാലും ആകാശത്തിൽ നക്ഷത്രത്തിൻ്റെ ഇടയ്ക്ക് പാതാളത്തിൽ പാപിരിച്ചാലും കാണുന്നൊരു ദൈവമുണ്ട്. ഇവന് മറഞ്ഞൊന്നുമില്ലെന്നേ. വിശ്വാസം, ഫെയ്ത്ത്. ഇതാണ് ഫെയ്ത്ത് വരുന്നത്. ഞാനിതിന് നിന്നെ പറഞ്ഞുവിടുക. എന്തിൽ? വിച്ച് ആർ സാങ്ക്ടിഫൈഡ്, ദാറ്റ് ഈസ് ഫെയ്ത്ത് ഈസ് ഇൻ മീ. അതായത് ദൈവത്തിങ്കിലേക്ക് ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കലേക്ക് അയക്കുന്നു. ഇതിൽ ഇംഗ്ലീഷിൽ ഇച്ചിരി കൂടെ പറയുന്നത്, ദ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് ഈസ് ഗിവൺ ടു യു. അത് മലയാളത്തിൽ ഇത്രയും ഭംഗിയായിട്ട് പറയുന്നില്ല. ദൈവത്തിൻ്റെ പുത്രനാകുന്ന യേശുവിൻ്റെ വിശ്വാസം എന്നിലേക്ക് ഇട്ട് തന്നിട്ടാണ് വിടുന്നത്. അപ്പോൾ യേശുവിൻ്റെ വിശ്വാസം എന്ന് പറയുമ്പോൾ യേശു സംസാരിക്കുകയല്ല, അത് പ്രവർത്തിച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇല്ലേ? ലാസറസിൻ്റെ അടുക്കിലോട്ട് പോവുകയാണ്. ലാസറസ് മരിച്ചിട്ട് 4-ാം ദിവസം. ഇപ്പം 4-ാം ദിവസം എൻ്റെ അടുക്ക വന്ന് നിന്നിട്ട് ലാസറസ് പറയുകയാണ്, ലാസറസ് നീ ഉറങ്ങുകയാണെന്നൊന്നും യേശു ചോദിച്ചില്ല. ലാസറസ് കം ഫോർത്ത് എന്ന് വിളിച്ചതേ ഉള്ളൂ. കം ഫോർത്ത്. ഹി കെയിം ഔട്ട്. പ്രവർത്തിച്ച് കാണിച്ചു. അത് ഫെയ്ത്തിൻ്റെ അൾട്ടിമേറ്റാണ്. ക്രിസ്തുവിന് ഒരു വേവറിങ് സ്പിരിറ്റ് ഇല്ല. അത് ചെയ്യുമോ, ഞാൻ പറഞ്ഞാൽ നടക്കുമോ, ഞാൻ നടന്നില്ലെങ്കിൽ ആളുകൾ എന്നെക്കുറിച്ച് എന്ത് പറയും, ഇതൊന്നും യേശു ചിന്തിക്കുന്നില്ല. ബിക്കോസ് ഹിസ് ഫെയ്ത്ത് ഇസ് സോ പവർഫുൾ ആൻഡ് സോ സ്ട്രോങ്. ഡൈനമൈറ്റാണിത്. ആ ഫെയ്ത്താണ് ഞാൻ പറയുന്നത്. ആ ഫെയ്ത്ത് ഉണ്ടോ? ആ ഫെയ്ത്ത് ഉണ്ടാകണം. അതെപ്പോഴാണ് വരുന്നത്? നമ്മുടെ സകല കഴിവ് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മളൊരു അയ്യോ കർത്താവേ എനിക്കിനിയും പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാ. ചില മക്കൾ വഴിതെറ്റിപ്പോവും. പ്രാർത്ഥിച്ച് മക്കളെ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കത്തില്ല. പ്രാർത്ഥിച്ച് മടുത്ത് കഴിയുമ്പോൾ നമ്മൾ പറയും, കർത്താവ് ഇനി എനിക്ക് അറിഞ്ഞുകൂടാ എന്താ ചെയ്യേണ്ടിയെന്ന്. അപ്പോഴാണ് കർത്താവ് ഇങ്ങോട്ട് വന്നിച്ച് കയ്യേർത്തി പ്രാർത്ഥിക്കുന്നത്. അവൻ്റെ ഫെയ്ത്ത് എന്നിലേക്ക് ഇട്ട് തരും. ദെൻ ഐ എം എ ഡിഫറെൻറ്റ് പേഴ്സൺ. പിന്നെ ഞാൻ ആഴത്തിലേക്ക് ഇറങ്ങി അങ്ങോട്ട് ഒരു നടപ്പുണ്ട് വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ. ഏത് തടസ്സം എൻ്റെ മുമ്പിലുള്ളത് മാറിത്തരും. അപ്പോഴാണ് യെശയ്യാ 42 വരുന്നത്. ഇരുമ്പോടാമുളെ കണ്ണിച്ച് താമ്രവാതിലെ ഉടച്ചു മാറ്റി ഞാനിതാ നിനക്ക് വഴി തുറന്നു തരും. ഇതൊക്കെ ഫെയ്ത്താണ്. ഈ ഫെയ്ത്ത് നമുക്കുണ്ടാകണം. ആ ഫെയ്ത്ത് തരുന്നത് നമ്മുടെ സ്വന്തം കഴിവ്. ഐ ഹാവ് യൂസ്ഡ് ഓൾ ഓഫ് മൈ ഫെയ്ത്ത്. ദെൻ ഹി പ്ലേസസ് ഹിസ് ഓൺ ഫെയ്ത്ത് വിത്തിൻ മീ. അവൻ്റെ ഫെയ്ത്ത് ഇട്ട് തരികയാണ്. അപ്പം ഈ ഫെയ്ത്ത് കിട്ടിയാലേ വലിയ കാര്യങ്ങൾ നേടാനൊക്കത്തുള്ളൂ. ഇറ്റ്സ് വെൻ വി ആർ അറ്റ് ദി എൻഡ് ഓഫ് അവർ ഓൺ ദാറ്റ് വി ക്യാൻ എൻ്റർ ഇൻ ടു ദ റിച്ചസ് ഓഫ് ഗോഡ്സ് റിസോഴ്സസ്. ദൈവത്തിൻ്റെ ഭണ്ഡാരം തുറന്ന് കിട്ടണമെങ്കിൽ ഈ ഫെയ്ത്ത് വേണം. The Lord always meets you when you are on the line of living faith. ഇത് ജീവനുള്ള ഫെയ്ത്താണ്. ക്രിസ്തുവിൻ്റെ ഫെയ്ത്താണ് ജീവനുള്ള ഫെയ്ത്ത്. അവിടെ സംശയമില്ല, വേവർ ചെയ്യത്തില്ല. ഈ കാറ്റ് ഓടുന്ന പോലെ, ഓടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന പോലെ, റീഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ടുന്ന പോലെ,
എങ്ങോട്ടും ഇങ്ങോട്ടും ലക്ഷ്യമില്ലാതെ നടക്കുന്നതല്ല. ഞാനൊരു കാര്യത്തിന് പോയാൽ അത് ചെയ്തിരിക്കുന്നു. ലാസറസ് മരിച്ചെന്നറിയാം. 4-ാം ദിവസം ഞാൻ ചെല്ലുമ്പം അവൻ വിളിക്കുമ്പോൾ ഇറങ്ങി വരുന്നു യേശുവിന് ഉറപ്പുണ്ട്. തബീത്തെ കുമി എന്ന് പറയും. 12 വയസ്സുള്ള പെൺകുട്ടി മരിച്ചു എന്നവർ വിളിച്ചു പറഞ്ഞു. യേശുവാണ് പോയത്. മരിച്ചെന്ന് യേശുവിനറിയാം. പക്ഷേ എഴുന്നേക്ക്, തബീത്തെ കുമി എന്ന് പറഞ്ഞു. അവൾ എഴുന്നേറ്റ് വന്നു. അവൾക്ക് ഭക്ഷണം കൊടുക്കുകയെന്ന് പറഞ്ഞു. ഇല്ലേ? നയീനെന്ന് പട്ടണത്തിൽ വെച്ച് വിധവയായ സ്ത്രീ മകനെ അടക്കാൻ കൊണ്ടുപോകുന്നു. യേശു പറയുന്നു. യേശു ഒന്നും പറഞ്ഞില്ല, അവിടെ ഒന്നും പറഞ്ഞില്ല. ഇവൻ്റെ ടെസ് ശവമഞ്ചത്തെ തൊടുകയാണ് ചെയ്തത്. അവൻ എഴുന്നേറ്റിരുന്ന് ജീവനോടെ അമ്മയ്ക്ക് കൊടുക്കുന്നു. ഇതൊക്കെ ഫെയ്ത്താണ്. ആ ഫെയ്ത്താണ് നമുക്ക്. ഇനി ലാസ്റ്റിലൊരു ഫെയ്ത്തുള്ളതാണ് പവർ ഓഫ് ഫെയ്ത്ത്. ദൈവത്തിൻ്റെ വിശ്വാസത്തിൽ ദാനമായിട്ട് ചിലർക്ക് അങ്ങ് കൊടുക്കും. അവരുടെ നിഴൽ കൊണ്ട് പോലും ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കും. അവർക്കുണ്ടെന്ന് പോലും ചിലർ അറിയുന്നില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫെയ്ത്ത് വലിയ കാര്യങ്ങൾ നേടുന്നുണ്ട്. നമുക്ക് ഫെയ്ത്തിൽ ഉറച്ചു നിൽക്കാം. ഇതൊരു ഡീപ്പർ ടോപ്പിക്കാണ്. പക്ഷെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, വിശ്വാസ വീരന്മാരാക്കാൻ ഓരോ വാക്കിനകത്തും അബ്രഹാം ചെയ്തതുപോലെ അവിശ്വാസത്തിൽ തളർന്നില്ല, വിശ്വാസത്തിൽ ബലപ്പെട്ടു എന്നാണ് പറയുന്നത്. ഞങ്ങൾ അവിശ്വാസമാകുന്ന ദുഷ്ടപിശാചിനെ അടിച്ചു മാറ്റണം. ഞങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് കൂടുതൽ അവിശ്വാസം. പുരുഷന്മാർ ഇച്ചിരി കൂടെ ഒക്കെ വിശ്വസിക്കുന്നുണ്ട്. സ്ത്രീകളുടെ വികാരങ്ങൾ വന്ന് വിശ്വാസത്തെ മൂടിക്കളയുന്ന പിച്ച. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഞങ്ങളുടെ മുഖം വാടി തന്നെയായിരിക്കുന്നത്. എത്ര നീ പറഞ്ഞാലും അതേലും അങ്ങോട്ട് പിടിച്ചു നിൽക്കാൻ ഒക്കുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുക. കരുണ തോന്നി നിൻ്റെ വിശ്വാസത്തിൻ്റെ ആ ബലം ഞങ്ങൾക്ക് ഇട്ടു തരണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന സ്വഭാവം മാറ്റിവെച്ച് നിന്നിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ച്, ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് നീ തരുന്ന വാഗ്ദത്തങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട്, ഹന്നായുടെ മുഖം ഏലിപ്രവാചകൻ്റെ ഒരു വാക്ക് കേട്ടേ പിന്നെ വാടിയിട്ടില്ല എന്ന് പറയും. അങ്ങനെ വാടാത്തൊരു മുഖം ഞങ്ങൾക്കും കൂടി ഇട്ടു തരണം. കാര്യം നിൻ്റെ കയ്യിലല്ലേ ഇരിക്കുന്നത്. ഐ ആം ഇൻ ചാർജ് എന്ന് നീ പറഞ്ഞില്ലേ, അത് വിശ്വസിക്കാനുള്ള കൃപയോട് ഇട്ടത്. ഈ ജഡത്തിനോടൊന്ന് സംസാരിക്കപ്പിച്ച പരിശുദ്ധാത്മാവ് ഞങ്ങളോട് പറഞ്ഞു പഠിപ്പിക്കുന്നത് ഞങ്ങളുടെ ജഡത്തിൽ കൂടെ ഉൾക്കൊണ്ടിട്ട് ദൈവത്തിൻ്റെ വിശ്വസ്ത ദാസീദാസന്മാരായിട്ട് ജീവിപ്പാനും തലമുറകളിലേക്ക് ഈ വിശ്വാസം പകർന്നു കൊടുക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ഏറ്റവും വലിയ കറൻസി വിശ്വാസത്തിന് തന്നിരിക്കുന്നത് നിൻ്റെ വചനമാണ്. ആ വചനം സത്യമാകിയാൽ ഞാൻ നിന്നെ ഇട്ടേച്ച് ഒരിക്കലും പോകത്തില്ല. അസാധ്യമായിട്ട് എനിക്കൊന്നുമില്ല. ഞാൻ ഇന്നലെ ഇന്ന് വന്നതൊക്കെ അനന്യൻ തന്നെ. എനിക്ക് അസാധ്യമായിട്ടൊന്നുമില്ലാത്തടത്ത് ഞാൻ വന്ന് മുട്ടുമ്പോൾ മുട്ടുവീൻ, വാതിൽ തുറക്കും. അന്വേഷിപ്പീൻ, കണ്ടെത്തും. യാചിപ്പീൻ, നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെ പറയുന്ന ശബ്ദം ഞങ്ങളുടെ ചെവിയിൽ മാറ്റടി കൊള്ളുന്നതുമായിട്ട് കടന്നു വരുന്നു. അത് ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് വിശ്വാസവീരന്മാരാക്കാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് ഞങ്ങളെ ബലപ്പെടുത്തുന്നതിന് നന്ദി. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.